അപ്പൊ എങ്ങനെ പരിചയം അതൊക്കെ കഴിഞ്ഞാ? പണിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഇതങ്ങോട്ട് പോയിക്കോ. അപ്പൊ എങ്ങനെയാണ്, എത്രയാണ്? അതിപ്പോ 3-3.5 സെന്റ് കൂടുതൽ കിട്ടിയല്ലേ പോയിക്ക. സന്തോഷമായിട്ട് ഇങ്ങോട്ട് താന്നേ. അതിപ്പോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയല്ലേ, അല്ല പുതിയതൊന്നല്ലല്ലോ. എന്നാലും പോയി കിടന്നത് നമ്മള് തിരിച്ചു പിടിച്ചില്ലേ? ഇപ്പൊ ഞാൻ കായൊക്കെ ഓർത്തുങ്ങളിലൊക്കെ വരുത്തിയത്. അപ്പൊ അത് എത്ര പറയും? അതിപ്പോ ഞാൻ എന്തേലും പറഞ്ഞിട്ട് കുറഞ്ഞു പോയാ ഇക്കാക്കും ഒരു സങ്കടം. അത് വേണ്ടെങ്കിൽ അപ്പൊ ഇതിരിക്കട്ടെ. വെച്ചോളി. വേറെ ആൾക്കാരുണ്ട്. ഇത് അവർക്കൊക്കെ 700 രൂപ വെച്ച് കൊടുക്കണം. ശരി തന്നെ, അതൊക്കെ കൊടുക്കാം. അവർക്കൊക്കെ കൊടുക്ക് കാര്യങ്ങൾ. പോലെ എന്താ സിനിമയില് വെറുതെ കുന്തം പിടിച്ചേക്കണ മാതിരി നിന്നിട്ടാണ് ഇപ്പൊ ഈ കായ് മേടിച്ചോണത്. 3.5 സെന്റ് കിട്ടിയില്ലേ? 3.5 സെന്റ് കിട്ടിയതിന്റെ വാപ്പ കാരണമാരെ. ഞാനിപ്പോ എനിക്കെന്താണ്? എനിക്കൊന്നും ഉണ്ടാൻ പാടില്ല. ഞാൻ മൊബൈലും കേട്ട് ഞാൻ അവരുടെ എന്താന്ന് നോക്കട്ടെ. സാറേ ഒരു മിനിറ്റ്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞുതരാം സാറേ. സാറിന് 1000, എനിക്ക് 750, മൂപ്പർക്ക് 500, എനിക്ക് 2000 വേണം. അപ്പോൾ എനിക്ക് 1500, 1000, അപ്പോൾ മൊത്തം 4500. 500 രൂപ വണ്ടിക്കായിട്ട് 5000 രൂപ ആയിട്ട് മേടിക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഒരു 500 രൂപയും കൂടെ എനിക്ക് തരണം. എനിക്ക് വേണ്ട. എന്തിനാണ് സാറേ? അല്ല എനിക്ക് വേണ്ട. ഞാൻ ആരാണ്? സാറ് ഹെഡ് സർവർ. തല ഉണ്ടെങ്കിലേ ബാലാടൂ. എന്നാലും ഈ തല പൊട്ടിത്തെറിക്കാൻ നോക്കിക്കോളാം. എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. അല്ല അതല്ല, ഈ അളന്നിട്ട് എങ്ങനെയുണ്ട് ചോദിക്കാം. അളന്നിട്ട് ഒരു 4 സ്ക്വയർ മീറ്റർ കുറവാ. ആർക്ക്? രാജശ്രീ അമ്മക്കാണോ അതോ അമ്മക്കാണോ? അല്ല, അത് പാർക്കാണെന്നുള്ളത് ഇപ്പോൾ ഓഫീസിൽ റെക്കോർഡ് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. അതെ അല്ലേ? അങ്ങനെ വരാൻ വയ്യില്ല. പഴയ പറിയിടൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. അതെ, പക്ഷെ ഞാൻ കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കി. 4 സ്ക്വയർ മീറ്റർ കുറവാ. സാറേ, ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ ടേപ്പിന്റെ തലപ്പൊന്നും ഇല്ലല്ലോ, അതൊക്കെ പോയിരിക്കണം. ഈ 8 സെന്റ് അളക്കുന്നതിന് ഇപ്പൊ ടേപ്പിന്റെ തല കുറച്ച് പോയാലെന്താണ്? ഒരു കുഴപ്പമില്ല. താൻ സർവൻ ലെവലിംഗ് പഠിച്ചിട്ടുണ്ടോ? വളഞ്ഞു നിൽക്കുന്ന സാധനത്തെ നിവർത്തി നിർത്തുന്നതിനാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. അതെ. അതെ, അങ്ങനെ വെച്ചാൽ എന്റെ വല്യമ്മാനോട് ഉടനൊന്ന് ഇവിടെ വരാൻ പറയും. ഓളുടെ വല്യമ്മ അങ്ങനെ നടുത്തിരി വളഞ്ഞിട്ടാണ്. അതൊന്ന് നിർത്തി കിട്ടിയാൽ നന്നായി. ഇതേ വളഞ്ഞ ആളുകളെ നിവർത്തുന്നതിനല്ല ലെവലിംഗ് എന്ന് പറയുന്നത്. അല്ല അല്ലേ? ഞാൻ നിങ്ങളോട് സ്കിൽഡ് ലേബേഴ്സ് വേണമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ നിങ്ങൾ ഈ വഴി പോകുന്ന ആളുകളെ പിടിച്ച് അടക്കാൻ നിർത്തി കഴിഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇൻസ്ട്രുമെന്റിനെ കുറ്റം പറയരുത്. ഇൻസ്ട്രുമെന്റിനെ കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ്. സാറേക്ക് പിന്നെ ഈ അളവൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടിയാൽ മതി, അല്ല വേറെ ഒന്നുമില്ല. അതിന് ആ സർവേറോട് ചോദിക്കും. ആരെ? അവിടെ നിൽക്കില്ല ഒരാള്, ആ തടിച്ചാവിടുക. സാറേ നിങ്ങളാ ഇതൊക്കെ ഒന്ന് അളവിന്റെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് പെട്ടെന്ന് ശരിയാക്കി. സാറേ ഞാൻ നിങ്ങളുടെ കാര്യം മറന്നു. ഞാൻ എന്റെ ഈ അളവൊക്കെ എപ്പോഴൊന്ന് ശരിയാക്കി കിട്ടുക? അതൊക്കെ ചെയിൻമാനോട് ചോദിച്ചാൽ ആള് പറഞ്ഞു തരും. ചെയിൻമാൻ ആരാണ്? ചങ്ങലം കൊണ്ട് പോയ ആളില്ലേ? ആളോട് ചോദിക്കും, ആള് പറയും. ചെയിൻമാൻ സാറേ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഇതൊന്ന് വേഗം ശരിയാക്കി കിട്ടാൻ. ഫീൽഡ് വർക്ക് കഴിഞ്ഞ് ഫീൽഡ് ബുക്കിലാക്കി കഴിഞ്ഞു. അതെല്ലേ? അപ്പോ ഇനിയിപ്പോ സ്കെച്ച് ചെയ്ത് വിടണം. എന്തൊക്കെ ഇത് നിങ്ങൾ പറയണ ഭാഷക്ക് മനസ്സിലാവില്ല. എന്ത് ചെയ്യണം? ഞാൻ ഇപ്പൊ ഞങ്ങൾ 3 പേരുണ്ട്, ടാക്സിക്കാർ. അതിനൊക്കെ ഞാൻ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു വിടണം. അല്ല എന്താ സാറേ പറയേണ്ടത്? പറഞ്ഞോളി, എന്നാ അതുകൊണ്ട് പറയാലോ. കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവരും തന്നെ കാര്യം അത് ചെയ്യാം സാറേ. നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞ നമ്മക്ക് അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ എത്ര എന്നാ പറഞ്ഞോളെ തന്നാ മതി. ഇരിക്കട്ടെ. എന്തായാലും സ്കെച്ചിങ് എല്ലാം കഴിഞ്ഞല്ലേ? കഴിഞ്ഞ് നമ്മളെ പ്ലാൻ ചെയ്ത അനുസരിച്ചുള്ള സ്കെച്ചിങ് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. എന്തായാലും ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ നീ അതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടി വരും. എന്നാ പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സ്കെച്ച് ചെയ്താൽ മതി. എനിക്കറിഞ്ഞൂടാ. എൻ്റെ കൂടെ പറഞ്ഞ സ്കെച്ച് ഞാൻ ചെയ്തു. ഒരു ചെറിയ സ്കെച്ച് കുറവുണ്ട്. എന്താ പറ? ഒരു ചെറിയ സ്കെച്ച് തെളിയാണ്ട്. സാറേ ഇനിയിപ്പോ അത് തെളിയാണ്ട് കണ്ട എന്റെ കയ്യിൽ തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് പടച്ചോനെ ശരിക്കും വരുന്ന സ്കെച്ച് തെളിയിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പൊ സന്തോഷമായി. ശരി അപ്പൊ